ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടെ രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഡേ ഇൻ മൈ ലൈഫാണ്. വലിയൊരു ഇഷ്ടത്തോടുക്കാൻ എടുത്തതൊന്നുമല്ല. അപ്പോൾ എടുക്കണോ വേണ്ടേന്നൊക്കെ ചിന്തിച്ചെടുത്തതാട്ടോ. ഇന്ന് വലിയൊരു ഇഷ്ടമില്ലായി എന്താ വെച്ചാൽ ഇന്ന് ഇക്ക ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 6 മാസം നമ്മളൊപ്പം ഇവിടെ ഉണ്ടായിട്ട് പിന്നെ അങ്ങ് പോകുമ്പോഴുള്ളൊരു ഇതാട്ടോ. പിന്നെ ഒരു വീഡിയോ ആക്കി കളയാമെന്ന് കരുതി പിന്നെ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി വെക്കുക കേട്ടോ. കാരണം കൂടുതലായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പാത്രം കഴുകൽ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം ഒന്ന് അങ്ങോട്ട് അടിച്ചോരിട്ടു കേട്ടോ. അടിച്ചോരി ക്ലീനിങ് അങ്ങോട്ട് പെട്ടെന്ന് തീർത്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ റൂമിൻ്റെ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തുടച്ചിടുകയും ചെയ്തു കേട്ടോ. കാരണം ഇനിയിപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ നമ്മളെ ഡ്യൂട്ടി ആദ്യം തീർത്ത് വെച്ചിട്ടോ. ഒന്ന് അങ്ങോട്ട് വേഗം തുടച്ചിട്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം രാവിലെ തന്നെ നമ്മളെ ഡ്യൂട്ടി അങ്ങോട്ട് തീർത്തിട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് തുടച്ചിടുകയാണ്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. ഗൾഫൊക്കെ പോകുമ്പോഴും വന്നാലും നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും ഇവിടുന്ന് തിരിച്ച് പോകുമ്പോഴും പെങ്ങന്മാരെയും അതേമാതിരി ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു വിരുന്ന് വിളിക്കുമല്ലോ. അങ്ങനെ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് സവാളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് വെക്കണം കേട്ടോ. എനിക്ക് ബിരിയാണി വെക്കാനൊന്നും ഇപ്പോൾ ഒരു മൂഡൊന്നുമില്ല. പക്ഷെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി വെക്കാൻ കരുതി. പിന്നെ അവിടെ കിടക്കുന്നത് പപ്പടം അച്ചാറൊക്കെ കേട്ടോ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഈ കൊണ്ടുപോകുന്ന പപ്പടം അച്ചാറൊക്കെ ആവും അവരെ കൂട്ടാൻ അവിടെ അവരുണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ ഒക്കെ ഉണ്ടാക്കി തന്നെ വേണം. അപ്പോൾ സവാളയൊക്കെ തൊലി കളഞ്ഞിട്ട് ഞാൻ വേഗം മിഷി എടുത്തോണ്ട് കേട്ടോ. എന്നാൽ ഇതിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെത്തിയെടുക്കാമെന്ന് കരുതിയിട്ട്. എനിക്ക് അധികം കത്തിയൊക്കെയാണ് പറ്റുള്ളൂ. ഇതിലൊന്നും അങ്ങനെ ഞാൻ വല്ലാണ്ട് അതൊന്നും എനിക്കിഷ്ടമല്ല. നമ്മൾ കത്തി വെച്ചിട്ട് അരിയണ ഇഷ്ടം. അപ്പോൾ ഇപ്പം ഇന്ന് ടൈമും ഇല്ല, പിന്നെ വലിയ സുഖമൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ അതിൽ വെച്ചിട്ട് അങ്ങനെ സവാളയൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ചിക്കനൊക്കെ കൊടുന്ന് മസാലയൊക്കെ തേച്ച് ഇതാ ചിക്കൻ ഇവിടെ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുക. പിന്നെ മസാല ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ പാടെ കുക്കറിൽ ഇട്ടിക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് അതാണ് വിസിലടിച്ചോളൂ. മസാലയായി ചോറൊക്കെ ആയി ഇതാ ദമ്മിടാണ്. പിന്നെ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്ലേറ്റൊക്കെ ഒന്ന് കഴുകിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാത്രിക്കാണ് അവർ വന്ന്. പിറ്റേ ദിവസമാണ് ഇക്ക പോണത് കേട്ടോ. അപ്പോൾ അവർ വൈകുന്നേരം വരാമെന്ന് നമ്മൾ ബിരിയാണി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ എടുത്ത ആൾ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെടുത്തേക്കണം കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അച്ചാർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പപ്പായ അതൊന്നും ഇപ്പോൾ അവിടെ കിട്ടൂലല്ലോ. അപ്പോൾ അതൊക്കെ അവർ കൊണ്ടെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പായ അച്ചാർ ഉണ്ടാക്കട്ടെ രാവിലെ തന്നെ. പപ്പായ പെട്ടെന്ന് കേടുവരുമുണ്ട്. നമ്മളാ പോണ അന്നാണ് ഉണ്ടാക്കിയത്. പപ്പായൊക്കെ അത് അരിഞ്ഞ് വെച്ചിട്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പത്തിരി ഇതാ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ. ഇത് സാമ്പാർ പൊടിയാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അതും കുറച്ച് ഇതുപോലെ പൊടിച്ചിട്ടൊന്ന് ചൂടാറാൻ വെച്ചിട്ടാണ്. പിന്നെ പോണ അന്ന് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇതാ സാധനങ്ങളൊക്കെ ഏകദേശം പാക്കാക്കി വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റും ഇതൊക്കെ ഇത് ഈ കവറിൽ കെട്ടിക്കുന്നത്. നമ്മൾ ഈ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പോകുമ്പോൾ ഈ അച്ചാറൊക്കെ പെട്ടിയുടെ പുറത്തേക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവറിട്ടിട്ട് അതിലാട്ട വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മക്കൾ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയാണ്. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഉമ്മ കൊടുത്തയച്ചിരുന്നു കേട്ടോ. അപ്പോൾ പാക്കിങ്ങൊക്കെ അതവിടെ നടക്കണ്. ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം 20 കിലോനുള്ളല്ലോ കൊണ്ടുപോകാൻ പറ്റുക. ഇപ്പോൾ 30 തോണ്ടി ഇപ്രാവശ്യം പോയപ്പോൾ. അപ്പോൾ അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് അങ്ങോട്ട് വെച്ച് കുറേ എല്ലാം കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ ലാസ്റ്റ് എത്തുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും കിലോ തൂങ്ങിയിട്ട്.
അപ്പം അതിൻ്റെ ഒരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കിലോ ഇപ്പോൾ കുറച്ചധികം ആയിക്കണ്. പിന്നെ പപ്പടം കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടതാണ്. അപ്പോൾ വേണ്ടാത്ത കാരണം മസാലക്കടല അങ്ങനത്തെ ഒരുപാട് ഐറ്റം അവർ കൊണ്ടല്ല കൊണ്ട് അവിടെ കിട്ടാത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. പിന്നെ ഡ്രസ്സ് കൊണ്ടുപോകാൻ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ, അതിലിരുന്നു. അങ്ങനെ പാക്കിങ്ങൊക്കെ ഒരു വിധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഇപ്പോഴും അതിന് തീരുമാനമായിട്ടൊന്നുമില്ല കേട്ടോ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വൈകുന്നേരം രാത്രി 7:30 പ്ലെയിൻ. അപ്പോൾ വീട്ടിൽ നിന്ന് 4 മണി 4:30 ആകുമ്പോൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കുറേ സാധനങ്ങൾ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇക്ക പോയിട്ട് ഒരാഴ്ച ആയി. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഉണ്ടാച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് തൂക്കം നോക്കലും ഇതൊക്കെയാണ്. അങ്ങനെ പെട്ടിയൊക്കെ കെട്ടിയതാ നമ്മളെ. അപ്പോൾ പെട്ടിയൊക്കെ ഫൈനലായിട്ട് കെട്ടി ഇനി അങ്ങനെ ഇക്ക പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി 2 ദിവസം കഴിയണം നമ്മൾ മനസ്സൊന്ന് അത് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്.